ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യൽ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന ഒരു ബോർഡിൽ അതിൽ ചെറിയൊരു അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസ് ആയിട്ട് വേണ്ടത് ഒരു വട്ടമാണ്. ആ വട്ടം ഒന്ന് വരച്ചെടുക്കാം. ശേഷം നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് രണ്ടായിട്ടൊന്ന് ഭാഗിക്കാം. അപ്പോൾ തന്നെ നമുക്ക് 4 പീസ് കിട്ടും. അതിനുശേഷം നമുക്ക് അകത്തായിട്ട് 3 ലെയർ വരച്ചെടുക്കാം. ആ ഒരു 3 ലെയർ വരച്ചതിന് ശേഷം നമ്മൾ ആദ്യം വരച്ച ആ ഒരു 4 വരയുണ്ടല്ലോ, ആ 4 വരയുടെയും അറ്റത്തുള്ള ഓരോ കുത്തിലും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കോമ്പസ് വെച്ചിട്ട് ഓരോ പൂവിൻ്റെ ഇതൾ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതൾ പോലെ വരച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊന്ന് ഭാഗിച്ചെടുക്കുകയാണ്. അതായത് ആ ഇതളിൻ്റെ നടുക്കൂടി നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ട് നമ്മൾ ഓരോ വരകൾ വീണ്ടും കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഇതളിൻ്റെ നടുക്ക് കുത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ നേരത്തെ വരച്ച പോലെ വീണ്ടും കുറേ ഇതളുകൾ വരയ്ക്കുകയാണ്. അങ്ങനെ മൊത്തം നമുക്ക് 8 ഇതളുകൾ കിട്ടുന്നതാണ്. ശേഷം നമ്മൾ 2 ഇതളിൻ്റെ ഇടയിലായിട്ട് വരുന്ന സ്പേസിൽ നിന്ന് ഓരോ സെന്റർ പോയിന്റ് കൂടി അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടുന്ന് വീണ്ടും പുറത്തേക്ക് കുറച്ച് ഇതളുകൾ വരച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന വരങ്ങളെല്ലാം നമുക്കൊന്ന് മായ്ച്ചു കളയാം. ഇനി നമ്മൾ പൂക്കൾ ഇട്ട് തുടങ്ങാണ്. ആദ്യത്തെ ലെയറിൽ വരുന്നത് അരളിപ്പൂവാണ്. അരളിപ്പൂവിന്റെ കളർ റോസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. രണ്ടാമത്തെ ലെയർ നമ്മൾ കൊടുക്കുന്നത് ഇലകളാണ്. അപ്പം പച്ച ഇലകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്ലവറിന്റെ പേര് കൂടി അഡീഷണൽ ചേർത്തിരിക്കുന്നത്. അടുത്ത ലെയർ വരുന്നത് നമ്മുടെ ചുവന്ന തെറ്റിപ്പൂവോ അല്ലെന്നുണ്ടെങ്കിൽ ചുവന്ന റോസാപ്പൂവാണ്. പിന്നീട് വരുന്ന ലെയർ എന്ന് പറയുന്നത് മഞ്ഞ ജമന്തി പൂവാണ്. നമുക്ക് എപ്പോഴും പൂ മേടിക്കുമ്പോൾ അധികം കിട്ടുന്നത് മഞ്ഞ ഓറഞ്ച് ജമന്തി പൂക്കളാണ്. അപ്പോൾ മാക്സിമം അത് ഫില്ല് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓറഞ്ച് ജമന്തി പൂക്കളാണ്. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് അരളിപ്പൂവാണ്. അരളിപ്പൂ ഒരുപാട് വേണ്ടി വരും ഈ ഒരു ഡിസൈന്. അതിനുശേഷം നമുക്ക് വരുന്നത് പച്ച ഇലകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഫൈനൽ റിസൾട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അമ്മ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ പറഞ്ഞു, ആരും അങ്ങനെ അരളിപ്പൂ അധികമായിട്ട് വാങ്ങാറില്ല, കൂടുതലും മേടിക്കുന്ന ജമന്തി പൂക്കൾ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പൂക്കളായിരിക്കും. അപ്പോൾ നീ വേറെ എന്തെങ്കിലും ഒരു കളർ ഉദ്ദേശിക്കുക. അങ്ങനെ ഞാൻ ഫൈനൽ റിസൾട്ടിൽ അരളി മാറ്റിയിട്ട് റെഡ് പൂക്കൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. തെറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ റോസോ യൂസ് ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് ഞാൻ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിന്റെ ഒറിജിനൽ കളർ ഒന്ന് കാണിച്ചതാണ്. ഒരു കുട്ടി ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുവരെ ടാറ്റാ.